ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിഡിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് രാത്രി ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കറികളൊന്നും ഇല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് വീട്ടിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓയിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയാണ്. അപ്പോൾ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. അടുത്തത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ചതച്ചെടുത്തിട്ട് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ചേർക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, വെറും ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണേ ഈ ഒരു സമയത്ത്. അടുത്തത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾ, 1/4 ടീസ്പൂൺ നിറയെ വേണ്ട. അടുത്ത ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ബീഫ് മസാലപ്പൊടിയുടെ ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം, ഏതിൻ്റെ ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതിയേ. അടുത്ത ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. തക്കാളി നല്ലപോലെ സോഫ്റ്റായി വരെ അടച്ച് വെച്ച് കൊടുത്താൽ. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അഥവാ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. അടുത്തത് ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലുപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ 1 മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു സവാള ഫില്ലിങ്ങും മസാലയും കാര്യങ്ങളൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിലായിട്ട് കുറച്ചൊന്ന് സ്പേസ് ആക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് മുട്ട ഉടച്ച് വരാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ട വേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്തിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ഒരു മുട്ടയാണ് താല്പര്യമാണെങ്കിൽ ഒന്നും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൽ നന്നായിട്ട് മുട്ടയുടെ മിക്സ് കോട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ ചിലവർക്ക് മുട്ടയുള്ളൊക്കെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്താൽ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ കുറച്ചൊരു വെള്ളം പോലെയല്ലേ നമ്മുടെ ഫില്ലിങ് കാണുന്ന, കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുപോലെ. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ ഫില്ലിങ് റെഡിയായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, കറിവേപ്പില താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറൊക്കെ ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഡ്രൈ ആയില്ല, ഒട്ടും വെള്ളമൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പത്തിരിപ്പൊടി, അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒറോട്ടിപ്പൊടിയില്ലേ, അത് വെച്ചിട്ട് ചെയ്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് നമ്മുടെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനൊന്ന് നനച്ചെടുക്കുമല്ലോ, ഒന്ന് കുടഞ്ഞ രീതിയിൽ, ഒരുപാട് വെള്ളമാക്കാതെ ആ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം പൊടി മുഴുവനായിട്ട്. അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. ഇതുപോലെ കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമലി നിങ്ങൾ പുട്ട് എങ്ങനെ കുഴച്ചെടുക്കുന്നു ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റുകയും വേണം, അത് വിട്ടു കൊടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് വരുകയും വേണം കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. നമ്മൾ നോർമലി പുട്ടിൻ്റെ ആ ഒരു സെയിം കുഴ തന്നെ. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ല, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പൊടിയും ഫില്ലിങ്ങും ഒക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതാണ്. ഒരുപോലെ ആയിരിക്കണം, ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫില്ലിങ് അധികം പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന സെയിം അളവ് തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങൾ എടുക്കുന്നത്. നമ്മുടെ സവാളയിലും പൊട്ടാറ്റോയുടെ ഒക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിങ്ങിലും വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഫില്ലിങ്ങും പൊടിയും ഒക്കെ ഒരേ രീതിയിൽ തന്നെ ബാലൻസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ തടവി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിടിക്കുകയൊന്നുമില്ല, എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണിലാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്പൂണിലും ഞാൻ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സ്പൂണിൽ നിറയെ എത്രയാണോ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോകാൻ പാടില്ല, നമുക്കൊരു ഷേപ്പായിട്ട് തന്നെ കിട്ടണം ആ ഒരു രീതിയിൽ. എന്നിട്ട് ഇത് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തതിന് നമുക്ക് ഈ ഒരു മാവ് പൊടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അന്നേരം തന്നെ ഇങ്ങ് വന്നോളൂ കേട്ടോ, കാരണം നമ്മൾ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതാ നന്നായിട്ട് ഒട്ടും പൊട്ടിപ്പോൾ അത് നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പല രീതിയിലുള്ള മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഷേപ്പിലും ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈസി മെത്തേഡ് എന്ന് കാണിക്കുന്നത് കൊണ്ട് ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഓരോ തവണ നമ്മൾ സ്പൂണിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കണേ, ഓരോന്ന് റെഡിയാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ എനിക്ക് 3 തട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റീമറിൽ വെക്കാൻ പറ്റുക. അപ്പോൾ ടോട്ടൽ എനിക്ക് 17 ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഒരു 12 to 15 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്തിട്ട് വരും. അപ്പോൾ ചിലവരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് സമയമൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ റെഡിയായി കിട്ടിക്കോളൂ. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് കറക്റ്റ് ടൈം ആയിട്ടുള്ളത് 15 മിനിറ്റ് ആയിട്ടില്ല, 14 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ സമയം ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് പാകത്തിന് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല, ആകെ 2 സ്പൂൺ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ ഫീഡ്ബാക്സും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്